ഒറ്റ കാര്യം പറയാനല്ലോ, ദിസ് ഇസ് നോട്ട് ദ എൻഡ്. നമുക്ക് ലൈഫിൽ ഒരു നല്ല കാലം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഡൗണിൽ കൊണ്ടുപോയി ഇടും. അത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു ലെസൺ ഉണ്ടാവും. ആ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോയി. ശരിക്കും ഈ ക്യാൻസറുമായി പോരാടുന്ന, അല്ലെങ്കിൽ ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു, ഈ ക്യാൻസർ കാരണം എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് സിജോക്ക് ശരിക്കും എന്താണ് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനല്ലോ, ദിസ് ഇസ് നോട്ട് ദ എൻഡ്. ചിലപ്പോൾ ലൈഫിൽ ഈ നമ്മളെ ജീവിതത്തിന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഫൈനാൻഷ്യലിയും മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ എനിക്കിപ്പം പണി കിട്ടി. അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ലൈഫിൽ ഒരു നല്ല കാലം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഡൗണിൽ കൊണ്ടുപോയി ഇടും. അത് അതിനുശേഷം മാത്രമേ നമ്മളെ പൊക്കുള്ളൂ. ആ ഡൗണിൽ വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഇപ്പം ഫൈനാൻഷ്യലി ആയാലും ഈ കാര്യത്തിലായാലും ഓരോരോ ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് അതെനിക്കുള്ളൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഞാൻ പാസ്സായാൽ മാത്രം അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോകുള്ളൂ. ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊരു ലെസൺ ഉണ്ടാവും. ആ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോയി, പിന്നെ അങ്ങ് സെറ്റായി എന്നല്ല അടുത്ത സ്റ്റേജിലേക്ക്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുക ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഫിനാൻഷ്യലി ഞാൻ വളരെ ഡൗൺ ആയി, സീറോ എന്ന് തന്നെ പറയാം. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ നിന്ന ടൈമുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതൊന്നും ആർക്കും അറിയില്ല കേട്ടോ, ഞാൻ ആരുടെ പറഞ്ഞു നടന്നിട്ടുമില്ല. അപ്പോൾ ഇപ്പം ഫിസിക്കലിയും എല്ലാം ഡൗൺ ആയിട്ട് തിരിച്ചു വന്നു. ഇപ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആയി എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് കൂളായിട്ട് ഇനിയൊന്നും വരാനില്ല. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടാക്കി വെച്ച സ്കില്ല് ഇനി എനിക്ക് പൈസ ഉണ്ടാക്കി തന്നു. വേറൊരു വഴി എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഫിസിക്കലി പേടി എന്ന് പറഞ്ഞ സാധനം പോയി, വേദനയോടുള്ള പോയി. കാരണം ആ ഒരു സമയത്ത് ക്യാൻസറിന്റെ വേദന അനുഭവിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മരണം ഭയങ്കര സിമ്പിളാണ്, മരിക്കാൻ ഇത്ര പണിയില്ല. ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചധികം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മരിക്കാൻ ഈസിയാണ്, ജീവിക്കാനാണ് പാട്. അത് ജീവിച്ച് കാണിച്ചു കൊടുത്ത് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ബ്രോ, അത് വേറെ ലെവലാണ്. പിന്നെ ഒന്നിന് പേടിയുണ്ട്, എനർജി സിജോയുടെ മുഖത്തുണ്ട്.